ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മലയാളം മിസ്റ്ററി ത്രില്ലർ മൂവിയായ എക്കോ എന്ന മൂവിയാണ്. കഥ തുടങ്ങുന്നത് 1941 രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്. കോടീശ്വരനായ ഒരു ഡോഗ് ട്രെയിനറാണ് കുര്യാച്ചൻ. ഈ കുര്യാച്ചന്റെ സുഹൃത്താണ് മോഹൻ പോത്തൻ. നായ്ക്കളെ ട്രെയിനിങ് ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച ആളാണ് കുര്യാച്ചൻ. അവർ ട്രെയിനിങ് ചെയ്ത ഡോഗുകളെയാണ് പട്ടാളക്കാർ പോലും ഉപയോഗിക്കുന്നത്. മാത്രമല്ല ലോകത്തിലെ പല ഭാഗത്ത് പോയിട്ടും പലതരത്തിലുള്ള ഡോഗുകളുടെ പ്യൂർ ബ്രീഡുകളെ അവർ കണ്ടെത്താറുമുണ്ട്. അതിനായി അവർ ഒരു പ്രത്യേക തരം ഡോഗ് ബ്രീഡിനെ കണ്ടെത്താൻ മലേഷ്യയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ബ്രീഡ് യോസി എന്ന് പേരുള്ള ഒരു മധ്യവയസ്കന്റെ അടുത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ യോസിയുടെ വീട്ടിലെത്തുന്നു. യോസിയുടെ വീടാണെങ്കിൽ ഒരു തുരുത്തിലാണ്. 4 ഭാഗത്തും വെള്ളം മാത്രമാണ്. അവർ തോണിയിലാണ് അവിടേക്ക് എത്തുന്നത്. ആ തുരുത്ത് മുഴുവനായും കാവൽ നിൽക്കുന്നത് യോസി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നായ്ക്കളാണ്. കുര്യാച്ചനും മോഹൻ പോത്തനും സോയിയുടെ വീട്ടിലെത്തുമ്പോഴാണ് സോയിയുടെ ഭാര്യയെ കാണുന്നത്. അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായിരുന്നു അവൾ. നായ്ക്കളെ കുറിച്ച് സംസാരിക്കാനായി ഒരു ദിവസം അവർ അവിടെ തങ്ങുകയും ചെയ്യുന്നു. യോസിയുടെ ഭാര്യയായ സോയിലാണ് കുര്യാച്ചന്റെ കണ്ണു മുഴുവനും. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം എന്ന ആഗ്രഹമായിരുന്നു കുര്യാച്ചന്റെ മനസ്സിൽ മുഴുവനും. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാത്രിയിൽ ബോംബിടുന്ന ശബ്ദമെല്ലാം അവർ കേൾക്കുന്നുണ്ട്. നായ്ക്കളെ വാങ്ങി പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്ന കുര്യാച്ചന്റെയും മോഹൻ പോത്തന്റെയും കൂടെ യോസിയും പോകുന്നുണ്ട്. തന്റെ ഭാര്യയുടെ സുരക്ഷിതത്വം നായ്ക്കളെ ഏൽപ്പിച്ചാണ് യോസി അവർക്കൊപ്പം പോകുന്നത്. സിറ്റിയിലെത്തിയ കുര്യാച്ചൻ സോയിയുടെ ഭാര്യയെ സ്വന്തമാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. യോസിയാണെങ്കിൽ ഇപ്പൊ കുര്യാച്ചന്റെ കൂടെയുണ്ട്. കുര്യാച്ചൻ സ്വന്തമായി ഒരു കേസ് ഉണ്ടാക്കി സോയിയെ ആ കേസിൽ കൊടുക്കുന്നു. അതോടെ പോലീസ് യോസിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ അവസരം മുതലെടുത്ത് കുര്യാച്ചൻ സോയിയുടെ അടുത്തേക്ക് പോകുന്നു. സോയിക്കാണെങ്കിൽ ആ ചതിയെ കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കുര്യാച്ചനും മോഹൻ പോത്തനും ആ വീട്ടിലേക്ക് എത്തുമ്പോൾ നായ്ക്കൾ അവരെ അങ്ങോട്ട് അടുക്കാൻ പോലും വിടുന്നുണ്ടായിരുന്നില്ല. കുര്യാച്ചനെ കാണാൻ വേണ്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സോയിലിനെയും നായ്ക്കൾ ആക്രമിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ കഴിയാതെ മോഹൻ പോത്തൻ തിരിച്ചു പോകുന്നു. എന്നാൽ കുര്യാച്ചനാണെങ്കിൽ തിരിച്ചു പോകുന്നില്ല. അയാൾ സോയിക്കായി കാത്തിരിക്കുന്നു. അവസാനം അയാൾ ഒരു തോക്ക് ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ നായ്ക്കളെയും കുര്യാച്ചൻ വെടിവെച്ച് കൊല്ലുന്നു. ശേഷം സോയിയുടെ ഭർത്താവ് യുദ്ധത്തിൽ ബോംബ് പൊട്ടി മരണപ്പെട്ടു പോയെന്ന് കുര്യാച്ചൻ സോയിയോട് പറയുന്നു. ഒപ്പം സോയിയുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകാമെന്നും കുര്യാച്ചൻ പറയുന്നു. യോസിക്ക് സോയിയെ സംശയമായിരുന്നുവെന്നും അവൾ പുറത്തു പോകാതിരിക്കാനാണ് നായ്ക്കളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും കുര്യാച്ചൻ പറയുന്നു. കുര്യാച്ചന്റെ ചതിയൊന്നും തന്നെ സോയിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ അതെല്ലാം തന്നെ വിശ്വസിക്കുന്നു. ബന്ധുക്കളായി ആരുമില്ലാത്ത സോയി കേരളത്തിലേക്ക് കുര്യാച്ചന്റെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. അവിടെ ആ ബ്രീഡിലുള്ള നായ്ക്കളെയും കുര്യാച്ചൻ കൊണ്ടുപോകുന്നു. ഒരു കുന്നിന്റെ മുകളിൽ ഒരു ഒറ്റപ്പെട്ട വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവരുടെ വീടിന് ചുറ്റുമുള്ള 150 ഏക്കറോളം വരുന്ന സ്ഥലം കുര്യാച്ചന്റേതായിരുന്നു. കുര്യാച്ചന്റെ ഭാര്യയായി മലേഷ്യയിൽ നിന്നും എത്തിയ സോയി മലാത്തക്കാരി എന്നും പിന്നീട് മ്ലാത്തിച്ചേടത്തി എന്നും അറിയപ്പെടുന്നു. വർഷങ്ങളായി അവർ അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നീട് അവർക്ക് 2 മക്കളുണ്ടാകുന്നു. പിന്നെ കാണിക്കുന്നത് 40 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും സോയി ഒരു തനി മലയാളിയായ മ്ലാത്തിച്ചേടത്തിയായി മാറിയിരുന്നു. അവരുടെ മക്കളെല്ലാം തന്നെ അവരുടെ കാര്യം നോക്കി പല രാജ്യങ്ങളിലേക്കും പോവുകയും ചെയ്തു. അതിക്രൂരനായ കുര്യാച്ചൻ പലരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പോലീസ് ചോദ്യം ചെയ്യാനും മറ്റു കേസിന്റെ ആവശ്യത്തിനും കുര്യാച്ചന്റെ പട്ടികളെ ഉപയോഗിക്കുമായിരുന്നു. അതിലെല്ലാം തന്നെ കുര്യാച്ചനും പോകുമായിരുന്നു. അതോടെ കുര്യാച്ചന്റെ ശത്രുക്കളുടെ എണ്ണം കൂടുതലായി. ഒരു ദിവസം കുര്യാച്ചൻ ഒരു കേസിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഒളിവിൽ പോകേണ്ടി വന്നു. അതിനായി തെരഞ്ഞെടുത്തത് കാട്ടുകുന്നിലെ തന്റെ സ്ഥലത്തുള്ള ഒരു ഗുഹയിലായിരുന്നു. ആ ഗുഹയ്ക്കാണെങ്കിൽ മനുഷ്യന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വാതിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലം അവിടെ താമസിച്ച ശേഷം കേസെല്ലാം ഒതുങ്ങിയെന്നായപ്പോൾ കുര്യാച്ചൻ പുറത്തു വന്നു. അങ്ങനെ വർഷങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. കുര്യാച്ചന് പലയിടത്തായി വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ആ നാട്ടിൽ കുര്യാച്ചന്റെ വലങ്കയും ഡ്രൈവറും എല്ലാം ആയിരുന്നു അപ്പുട്ടി. ആ സമയം കുര്യാച്ചന്റെ ലൈഫിലേക്ക് വരുന്ന മറ്റൊരാളായിരുന്നു മണികണ്ഠൻ. അവന്റെ അച്ഛനും അമ്മയും ഈ അടുത്ത കാലത്തായി തോട്ടപ്പൊട്ടി മരിച്ചിരുന്നു. കുര്യാച്ചൻ മണികണ്ഠനെ നായ്ക്കൾ ട്രെയിൻ ചെയ്യുന്നത് പോലെ ട്രെയിൻ ചെയ്ത് നന്ദിയുള്ള ഒരു അടിമയാക്കി മാറ്റുന്നു. ആ ഒരു സമയത്തായിരുന്നു നേവിയിലെ ഓഫീസറെ പല കാര്യങ്ങൾക്കായി കുര്യാച്ചൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതും പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതും. കുര്യാച്ചൻ തന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും മണികണ്ഠനെയും ഉപയോഗിക്കുമായിരുന്നു. അവനെ കൊണ്ട് പലരെയും കൊല്ലിക്കാൻ വരെ കുര്യാച്ചൻ ശ്രമിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു മാറ്റി കൊല്ലുക എന്നതായിരുന്നു മണികണ്ഠന്റെ സ്ഥിരം പ്ലാൻ. അതിനിടയിലായിരുന്നു കുര്യാച്ചനും മോഹൻ പോത്തനും തമ്മിൽ തെറ്റുന്നത്. മോഹൻ പോത്തനെ ഒഴിവാക്കാൻ വേണ്ടി കുര്യാച്ചൻ സ്ഥിരം ചെയ്യുന്നത് പോലെ ഒരു പോലീസ് കേസ് ഉണ്ടാക്കി മോഹൻ പോത്തനെ അതിൽ കൊടുക്കുന്നു. പോലീസ് പിടിക്കാതിരിക്കാൻ പലയിടത്തും ഒളിച്ചുകൊണ്ടാണ് മോഹൻ പോത്തൻ ജീവിക്കുന്നത്. ആ സമയം കുര്യാച്ചനും മണികണ്ഠനും ചേർന്ന് ഒരാളെ കുത്തിക്കൊല്ലുന്നു. മണികണ്ഠനാണ് കുത്തുന്നതെങ്കിലും ആ കേസിൽ കുര്യാച്ചൻ പെടുമെന്ന് ഉറപ്പാകുന്നു. ഇത് മനസ്സിലാക്കി കുര്യാച്ചൻ ഒളിവിൽ പോകുന്നു. ആ സമയത്താണ് മോഹൻ പോത്തൻ മ്ലാത്തിച്ചേടത്തിയുടെ അടുത്തെത്തുന്നത്. കുര്യാച്ചൻ തന്റെ വർഷങ്ങൾക്ക് മുമ്പ് ചതിച്ച കാര്യമെല്ലാം തന്നെ പോത്തൻ മ്ലാത്തിച്ചേടത്തിയോട് പറയുന്നു. യോസി ബോംബ് പൊട്ടി മരിച്ചതല്ല എന്നും കുര്യാച്ചൻ കേസിൽ കുടുക്കിയതാണെന്നും ഒരു ചതിയിലൂടെയാണ് മ്ലാത്തിച്ചേടത്തിയെ കുര്യാച്ചൻ സ്വന്തമാക്കിയതെന്നും പോത്തൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന മ്ലാത്തിച്ചേടത്തിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. തന്റെ ജീവിതകാലം മൊത്തം ജീവിച്ചത് ഒരു ചതിയന്റെ കൂടെയാണല്ലോ എന്ന് മ്ലാത്തിച്ചേടത്തി മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം മോഹൻ പോത്തൻ അവിടെ നിന്നും പോകുന്നു. കുര്യാച്ചൻ വന്ന ശേഷം ഇതെല്ലാം സംസാരിക്കാനിരിക്കുകയാണ് മ്ലാത്തിച്ചേടത്തി.
അതിനുശേഷം രക്തം പുരണ്ട ജുബയുമായി ഡ്രൈവർ അപ്പുട്ടിക്കൊപ്പം കുര്യാച്ചൻ മലമുകളിലുള്ള തന്റെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ കുര്യാച്ചനോട് മ്ലാതി ചേട്ടത്തി ആ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നു. എന്നാൽ കുര്യാച്ചനാണെങ്കിൽ അതൊന്നും തന്നെ എതിർക്കുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം സത്യമാണെന്ന പോലെ സംസാരിക്കുന്നു. കുര്യാച്ചൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗുഹയിലേക്ക് ഒളിവിൽ പോകുന്നു. വഴി വരെ അപ്പുട്ടിയും ഉണ്ടായിരുന്നു. കുര്യാച്ചൻ ചില കത്തുകൾ അപ്പുട്ടിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അത് പല സ്ഥലത്തുള്ള പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടാൻ പറയുന്നു. അങ്ങനെ മറ്റാർക്കും അറിയാതെ തന്റെ ഒളിത്താവളമായ ഗുഹയിലേക്ക് കുര്യാച്ചൻ രഹസ്യമായി പോകുന്നു. ആദ്യ വഴിയിൽ വിട്ട് അപ്പുട്ടി തിരിച്ചു പോകുന്നു. തന്നെ ചതിച്ച കുര്യാച്ചന് ഒരു പണി കൊടുക്കാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു മ്ലാതി ചേട്ടത്തി. അതിനുവേണ്ടി മ്ലാതി ചേട്ടത്തി ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. പണ്ട് മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്ന ആ പട്ടിക്കുട്ടികൾ ഇപ്പോഴും മ്ലാതി ചേട്ടത്തിയുടെ കയ്യിലുണ്ട്. അവയെല്ലാം തന്നെ ട്രെയിൻഡുമാണ്. അതിനെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് മ്ലാതി ചേട്ടത്തിയാണ്. ആ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മ്ലാതി ചേട്ടത്തിയുടെ പ്രതികാരം. ഈ നായ്ക്കളെ ആ ഗുഹയിലേക്ക് അയക്കുകയും കുര്യാച്ചൻ ഒരു കാരണവശാലും ആ ഗുഹയിൽ നിന്നും പുറത്തു വരാതിരിക്കാൻ മ്ലാതി ചേട്ടത്തി ശ്രദ്ധിക്കുകയും ചെയ്തു. അതിക്രൂരന്മാരായ ഈ നായ്ക്കളാൽ ചുറ്റപ്പെട്ട ഗുഹയിൽ പെട്ടുപോയിരിക്കുകയാണ് കുര്യാച്ചൻ. എങ്ങനെയൊക്കെ നോക്കിയിട്ടും കുര്യാച്ചന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. മ്ലാതി ചേർത്തി കുര്യാച്ചനുള്ള ഭക്ഷണം നായ്ക്കളിലൂടെ മുടങ്ങാതെ എത്തിക്കുന്നുണ്ട്. അതിനിടയിൽ മോഹൻ ബോത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 4 വർഷത്തോളം ജയിലിടുകയും ചെയ്യുന്നു. ആ കാലഘട്ടത്തിലെല്ലാം തന്നെ കുര്യാച്ചൻ ആ ഗുഹയിൽ മ്ലാതി ചേർത്തിയുടെ തടവിലാണ്. കാണാതായ കുര്യാച്ചന് വേണ്ടി പോലീസ് പല തവണയായി അന്വേഷണം നടത്തി. പക്ഷെ എങ്ങും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജയിലിൽ നിന്നും ഇറങ്ങിയ മോഹൻ പോത്തൻ കുര്യാച്ചനെ പലയിടത്തായി അന്വേഷിക്കുന്നു. എവിടെയും കണ്ടെത്താനായില്ല. വർഷങ്ങൾ പിന്നീടും കടന്നു പോകുന്നു. ഇപ്പൊ കുര്യാച്ചനെ കാണാതായിട്ട് 5.5 വർഷത്തോളമായി. മണികണ്ഠൻ എന്ന പയ്യനും കുര്യാച്ചനെ കണ്ടെത്താനായില്ല. അവനാണെങ്കിൽ തന്റെ മുതലാളിയെ കണ്ടെത്താൻ ഇറങ്ങുകയാണ്. അവന് സംശയം മോഹൻ പോത്തനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണികണ്ഠൻ മോഹൻ പോത്തനെ ഫോളോ ചെയ്യാണ്. ഒരു ലോഡ്ജിൽ താമസിക്കുന്ന മോഹൻ പോത്തന്റെ അടുത്ത റൂമിൽ തന്നെ മണികണ്ഠനും താമസിക്കാനെത്തി. പിറ്റേ ദിവസം കാട്ടിലേക്ക് പുറപ്പെടുകയാണ് മോഹൻ പോത്തൻ. ഒപ്പം ഒരു പെൺപട്ടിയും കൂടെയുണ്ട്. ആ കുട്ടി തന്നെയായിരുന്നു ഡ്രൈവിംഗ് ചെയ്ത് പോത്തനെ അവിടെ കൊണ്ടുവിടുന്നത്. ആ കാട്ടിലെവിടെയോ ആണ് കുര്യാച്ചൻ ഒളിച്ചിരിക്കുന്നതെന്ന് മോഹൻ പോത്തൻ മനസ്സിലാക്കുന്നു. ആ ഒരു നായ്ക്കളെല്ലാം തന്നെ ആ ഒരു പെൺപട്ടിയെ കണ്ട് ഇങ്ങോട്ട് വരുമോ എന്നറിയാനാണ് മോഹൻ പോത്തൻ നോക്കുന്നത്. പക്ഷെ ആ ഒരു പെൺപട്ടിയെ കണ്ടിട്ട് ഒരു നായ്ക്കൾ പോലും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. കാരണം മ്ലാതി ചേട്ടത്തിയുടെ കൺട്രോളിലാണ് ആ നായ്ക്കളെല്ലാം തന്നെ. എന്നാൽ മോഹൻ പോത്തൻ വിചാരിക്കുന്നത് ഈ നായ്ക്കളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് കുര്യാച്ചനാണെന്നാണ്. പിന്നീട് തന്നെ ഒരാൾ ഫോളോ ചെയ്യുന്ന കാര്യം പോത്തൻ മനസ്സിലാക്കുന്നു. അത് തന്റെയും കുര്യാച്ചന്റെയും ഏതോ ശത്രുവാണെന്നാണ് പോത്തൻ കരുതുന്നത്. മണികണ്ഠൻ കുര്യാച്ചന്റെ ആളാണെന്ന കാര്യം പോത്തനും മ്ലാതി ചേട്ടത്തിക്കും അറിയില്ലായിരുന്നു. ഒരു കൊക്കയുടെ സൈഡിൽ നിൽക്കുന്ന മോഹൻ പോത്തനെ മ്ലാതി ചേട്ടത്തി തന്റെ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് തള്ളിയിട്ട് കൊല്ലുന്നു. ഇതെല്ലാം തന്നെ മണികണ്ഠൻ ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. കുര്യാച്ചനാണ് ഇത് ചെയ്തതെന്നാണ് മണികണ്ഠൻ കരുതുന്നത്. മണികണ്ഠൻ കുര്യാച്ചനെ കണ്ടെത്താൻ ആ നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു. ആ ഒരു സമയത്താണ് മ്ലാതി ചേട്ടത്തിയുടെ കൂടെ നിൽക്കാൻ ഒരു പയ്യനെ വേണമെന്ന് അവരുടെ മക്കൾ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി ഒരാളെ കണ്ടെത്താൻ അപ്പുട്ടിയെ ഏൽപ്പിക്കുന്നു. അപ്പുട്ടി പിയൂസ് എന്ന പേരുള്ള ഒരു പയ്യനെ ഏർപ്പാടാക്കുന്നു. ആ പിയൂസ് എന്ന പേരുള്ള പയ്യന് പണം നൽകിക്കൊണ്ട് മണികണ്ഠൻ പിയൂസായി മ്ലാതി ചേട്ടത്തിയുടെ വീട്ടിലെത്തുന്നു. മ്ലാതി ചേട്ടത്തിയുടെ വീട്ടിലെത്തുമ്പോൾ അവനെ നായ്ക്കൾ ആക്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് എസ്ഐയും കൂട്ടാളികളും ലോറി ഡ്രൈവറുടെ വേഷമണിഞ്ഞ് ആ നാട്ടിലെത്തുന്നു. അവരും വന്നിരിക്കുന്നത് കുര്യാച്ചനെ കുറിച്ച് അന്വേഷിക്കാനാണ്. അങ്ങനെ ഇപ്പൊ 6 മാസം കടന്നുപോയി. കുര്യാച്ചനെ കാണാതായിട്ട് ഇപ്പൊ 6 വർഷത്തോളമായി. ഈ ഒരു സമയത്താണ് ഒരു നേവി ഓഫീസർ പോലീസുകാരെയും കൂട്ടി കുര്യാച്ചനെ കുറിച്ച് അന്വേഷിക്കാനെത്തുന്നത്. പോലീസുകാരായ സുകുമാരനും കൂട്ടാളിയും പിയൂസിന്റെ ആൾമാറാട്ടം കണ്ടെത്തുന്നു. നേവി ഓഫീസർ കുര്യാച്ചനെ കണ്ടെത്താനാണ് വന്നതെന്ന കാര്യം മണികണ്ഠൻ മനസ്സിലാക്കുന്നു. അതില്ലാതാക്കാൻ മണികണ്ഠൻ ആ ഓഫീസറെ കൊല്ലാൻ വേണ്ടി അവരുടെ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു മാറ്റുന്നു. എന്നാൽ അവർ എങ്ങനെയോ രക്ഷപ്പെടുന്നു. അപ്പുട്ടി കത്ത് പോസ്റ്റ് ചെയ്ത കാര്യവും അപ്പുട്ടിയുടെ രഹസ്യങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ കുര്യാച്ചൻ ഗുഹയിലേക്കാണ് പോയതെന്ന കാര്യം നേവി ഓഫീസർ മനസ്സിലാക്കുന്നു. എസ് ഐ സുകുമാരനും കൂട്ടരും മണികണ്ഠനും എല്ലാം ചേർന്ന് കാട്ടിലെ ഗുഹയിലേക്ക് കുര്യാച്ചനെ അന്വേഷിച്ചു പോകുന്നു. എന്നാൽ കാട്ടിൽ വെച്ച് അവർക്ക് വിഷം നൽകി കൊല്ലാനായിരുന്നു മണികണ്ഠന്റെ പ്ലാൻ. അതിനുശേഷം അവർ പോലീസുകാരാണെന്ന കാര്യം മണികണ്ഠനോട് അവർ വെളിപ്പെടുത്തുന്നു. അതറിഞ്ഞ ശേഷം മണികണ്ഠൻ കാട്ടിൽ വെച്ച് അവരെ പല തരത്തിലായി കൊലപ്പെടുത്തുന്നു. അതേസമയം നേവി ഓഫീസർ പിയൂസ് മണികണ്ഠനാണെന്ന കാര്യം മനസ്സിലാക്കുന്നു. ആ സമയം നേവി ഓഫീസർ മ്ലാതി ചേട്ടത്തിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പിയൂസ് ആള് മാറി വന്നതാണെന്നും കുര്യാച്ചന്റെ ആളാണെന്നും പറയുന്നു. കുര്യാച്ചൻ എവിടെ പോയതാണെന്ന കാര്യം അപ്പോഴും മ്ലാതി ചേട്ടത്തി അറിയില്ല എന്നാണ് പറയുന്നത്. പിയൂസ് തിരിച്ചു വന്നാൽ അവന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെന്ന കാര്യം അവരോട് പറയണ്ട എന്ന് നേവി ഓഫീസർ മ്ലാതി ചേട്ടത്തിയോട് പറയുന്നുണ്ട്. അങ്ങനെ നേവി ഓഫീസർ അവിടെ നിന്നും തിരിച്ചു പോന്നു. ആ സമയത്താണ് 2 പോലീസുകാരെയും കൊന്ന് പിയൂസ് മ്ലാതി ചേട്ടത്തിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് കുര്യാച്ചന് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുന്ന നായ്ക്കളെ പിയൂസ് ശ്രദ്ധിക്കുന്നത്. പിയൂസിന്റെ രഹസ്യമെല്ലാം താൻ മനസ്സിലാക്കിയെന്ന കാര്യം മ്ലാതി ചേട്ടത്തി അവനോട് പറയുന്നുണ്ട്. ഈ കുര്യാച്ചന്റെ ഒരടിമ മാത്രമാണെന്നും മ്ലാതി ചേട്ടത്തി പറയുന്നു. അപ്പോഴാണ് മണികണ്ഠന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഗുഹയിൽ പോയ കുര്യാച്ചനെ മ്ലാതി ചേട്ടത്തി ഇത്രയും കാലം നായ്ക്കളെ കൊണ്ട് തടവിൽ വച്ചിരിക്കുകയാണെന്ന്. ആ നായ്ക്കളുടെ സംരക്ഷണം ഉള്ളിടത്തോളം കാലം കുര്യാച്ചന് പുറത്തു വരാനും സാധിക്കില്ല, മ്ലാതി ചേട്ടത്തി ഒന്നും ചെയ്യാനും സാധിക്കില്ല എന്ന് നേവി ഓഫീസർക്കും മണികണ്ഠനും മനസ്സിലാകുന്നു. കുര്യാച്ചൻ എങ്ങനെയാണോ തന്റെ ആദ്യ ഭർത്താവിനെ മലേഷ്യയിൽ വെച്ച് തടവിലാക്കിയത് അതേ രീതിയിൽ തന്നെ മ്ലാതി ചേട്ടത്തി തിരിച്ചടിക്കുകയാണ്. എന്നാൽ മ്ലാതി ചേട്ടത്തി കൃത്യമായി കുര്യാച്ചന് ഭക്ഷണം എത്തിക്കുന്നുണ്ടായിരുന്നു. കുര്യാച്ചന് മരിക്കാൻ മ്ലാതി ചേട്ടത്തി അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇതെല്ലാം മ്ലാത്തിച്ചേട്ടത്തിന്റെ ഗെയിം പ്ലാൻ ആണെന്ന് മണികണ്ഠൻ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവന്റെ മുഖത്ത് ഭയം കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ കുര്യച്ചൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ എല്ലാം തന്നെ ഒരു എക്കോ ആക്കി മാറ്റുകയായിരുന്നു മ്ലാത്തിച്ചേട്ടത്തി. അങ്ങനെ മ്ലാത്തിച്ചേട്ടത്തിൽ കമാൻഡ് കിട്ടിയ നായ്ക്കൾ പോലീസിനെ വലയുന്നിടത്ത് വെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഈ മൂവി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.